ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ആരൊക്കെ തിരുമാന്താംകുന്നിലെ പൂരത്തിന് വന്നിട്ടുള്ളത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഏഴാം പൂരത്തിന് പോയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളിപ്പോൾ ഏഴാം പൂരം കാണാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ ആരംഭിച്ചിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല ക്രൗഡും ഉണ്ട് കേട്ടോ. 9:30 കൊട്ടിയിറക്കം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ടൈം ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം കൂടുതൽ രാത്രികളിലാണ് തോന്നുന്ന ആളുകൾ പോവാറുള്ളത്. കാരണം രാത്രി പകലിനേക്കാളും ക്രൗഡ് ഉണ്ടാവാറുണ്ട് അത്രേ. ഇപ്പോൾ ദേവിയെ കുളിപ്പിക്കാനായിട്ട് കുളക്കടവല്ല, തോട്ടിലേക്ക് കൊണ്ടുപോകാട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ആറാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് ടൈം പിടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പാടത്തോടൊക്കെ ഒന്ന് പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ അവിടേക്ക് പോയപ്പോഴാണ് ഈ കാളകളെ കണ്ടത്. ഇത് പൂരം പുറപ്പാടിന് ഇവിടെ കൊണ്ടുവച്ചതാണത്രേ. ഈ പൂരം കഴിഞ്ഞിട്ടേ ഇത് ഇവിടെ നിന്ന് എടുക്കാറുള്ളൂ എന്നാണ് പതിവ്. അങ്ങനെ ലച്ചൂട്ടിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായയും കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാട്ടോ ഞങ്ങളിപ്പം കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ച ശേഷം ഞങ്ങൾ കുറച്ച് നേരം പാടത്ത് തന്നെ ഒന്ന് കാറ്റ് കൊണ്ട് നിന്നു കേട്ടോ. കാരണം കുറച്ച് ലച്ചൂട്ടിക്ക് അതിൽ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ നടക്കാൻ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നേരെ കൊട്ടി കയറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഈ വർഷം 3 ആനകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആനകളൊക്കെ അമ്പലത്തിലേക്ക് കയറി പോവാട്ടൊക്കെ ചെയ്തത്. ഇതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അങ്ങനെ കയറി ഈ ആനകൾ പ്രദക്ഷിണം വയ്ക്കണമൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഊട്ടുപുരയിലേക്കാട്ടോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആളുകൾ വളരെ കമ്മിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടാവാറുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട വരിക്ക് ശേഷം ഫുഡ് കിട്ടിട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കട്ടോ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഫുഡ് കഴിക്കുന്ന ഹാളിൽ തിരക്കാട്ടത്. പക്ഷേ ഇത്ര തിരക്കുണ്ടെങ്കിലും വേഗം ഫുഡ് കഴിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് വന്ന ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ തിരക്കാട്ടേ കാണുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ ലച്ചൂട്ടിക്കുള്ള ടോയ്സ് വാങ്ങാനാട്ടോ പോകുന്നത്. ലച്ചൂട്ടി ആകെ കൺഫ്യൂഷനിലാണ്. ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് ഏതാ വാങ്ങേണ്ടതെന്നില്ല കൺഫ്യൂഷനിലായിരുന്നു അവൾ മെയിനായിട്ട് പൂരത്തിന് പോയിരുന്നത് തന്നെ ഈ സാധനങ്ങൾ വാങ്ങാനാട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.